Good morning to everyone, dear students. For two chapters we have already completed. The first one, sequence and circuits. I hope everyone follow the instructions and class activities regularly, and you have to do it in time. That is important. The next third chapter we are going to discuss, that is mathematics of chances, സാധ്യതകളുടെ ഗണിതം. ചാൻസ് സാധ്യതകൾ, അതാണ് ഈ ചാപ്റ്ററിലെ കീ ഐറ്റം. It is a branches of mathematics. In higher studies you will learn about this chapter, the higher stage of this chapter, which is called probability. In another word we can say chance. Chance എന്നുള്ളതിന് മറ്റൊരു വേർഡാണ് probability. And സാധ്യത, we know it. Okay, let's start. സാധ്യത എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെ പറ്റിയൊരു ഐഡിയ കിട്ടും. ഫോർ ചാൻസ്, നമ്മൾ ക്ലൈമറ്റ് ചാൻസസിനെ പറ്റിയിട്ട് പ്രഡിക്റ്റ് ചെയ്യാറുണ്ട്. ഈ ചില ആളുകൾ പറയും, നിങ്ങൾ തന്നെ മഴക്കാറുള്ള സമയമാണെങ്കിൽ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദർ ഇസ് എ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെയിൻ. ഓക്കെ, മഴ പെയ്യാനുള്ള ചാൻസ് നമ്മൾ എങ്ങനെ കാണാം? മഴക്കാറ് കാണുമ്പോഴാണ്. ചിലപ്പോൾ പറയും 50 മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് 50-50 ചാൻസ്, പകുതി ചാൻസ്. പകുതിയെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഹാഫ്. മഴ പെയ്യാനുള്ളത് ഹാഫ്, പെയ്യാതിരിക്കാനുള്ളത്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോഴെന്തായി? ഹാഫ് പ്ലസ് ഹാഫ് 1. അത് ഫുൾ ചാൻസാണ്. 1 റെപ്രസെൻ്റ് ചെയ്യുന്നത് ചാൻസിൻ്റെ ടോപ്പ്, എക്സ്ട്രീമാണ്. പിന്നെ ചാൻസ് ഇല്ലാത്തപ്പോഴോ? ദർ ഇസ് നോ ക്ലൗഡ്. സപ്പോസ് തീരെ മഴക്കാറുകളൊന്നുമില്ല, അപ്പോൾ നമ്മൾ നല്ല വെയിലാണ്, അപ്പം ചാൻസ് ഉണ്ടോ? ദർ ഇസ് നോ ചാൻസ് ടു ബി റെയിൻ, വി ആർ ഷുവർ. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ 0 ആയിട്ട് ഡിനോട്ട് ചെയ്യും. സോ ദ ചാൻസസ് വിൽ ബി ഇൻ ബിറ്റ്വീൻ 0 and 1. തീരെ ചാൻസ് ഇല്ലാത്തത്, സാധ്യത ഇല്ലാത്തതിന് 0 ആയിട്ടും, ചാൻസ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഷുവർ ചാൻസ് വരുന്നത് 1 ആയിട്ട്. അപ്പോൾ സോ ദ ചാൻസസ് ഓർ ദ പ്രോബബിലിറ്റി മെഷർ ക്യാൻ ബി ഡിനോട്ട് ഇൻ ബിറ്റ്വീൻ 0 and 1. ഓക്കെ, വി ക്യാൻ ഡു സം എക്സാമ്പിൾസ് ടു അണ്ടർസ്റ്റാൻഡ്. സപ്പോസ് ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, shuttle, badminton, etc. all are plays, sport. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടോസ് ചെയ്യുന്നത്, ടോസിങ് കോയിൻ. എന്തിനാ അത്? ഇൻ ക്രിക്കറ്റ് അറിയാലോ എങ്ങനെ ആദ്യം ഒരു ടീം ബാറ്റ് ചെയ്യും, മറ്റൊരു ടീം ബൗൾ ചെയ്യും. അപ്പോൾ ആര് ബാറ്റ് ചെയ്യണം എന്ന് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ടോസ് ചെയ്തിട്ടാണ്. ഓർ ഇൻ ഫുട്ബോൾ ആര് സ്റ്റാർട്ട് ചെയ്യും, ടച്ച് ചെയ്യും എന്നുള്ളത്, അതേപോലെ ആർക്ക് കോർട്ട്, ഈ സൈഡിലെ കോർട്ട് വേണോ ആ സൈഡിലെ കോർട്ട് വേണോ എന്ന് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ടോസ് ചെയ്തിട്ട്. വോളിബോളിൽ സെർവ് ചെയ്ത് തുടങ്ങുന്നത് ആര്, അല്ലെങ്കിൽ കോർട്ട് സെലക്ഷനൊക്കെ നമ്മൾ ടോസ് ചെയ്യും. ടോസ് കോയിനാണ് ടോസ് ചെയ്തത്. ഒരു കോയിൻ ടോസ് ചെയ്തിട്ട് വീണ് കഴിഞ്ഞാൽ എത്ര ചാൻസ് ഉണ്ട് അതിന്? 2 ചാൻസാണ് അവിടെ വരുന്നത്. ഐദർ ഹെഡ് ഓർ ടെയിൽ. ഒന്ന് ഹെഡാവാം, മറ്റൊന്ന് ടെയിലാവാം. 3ാമത്തെ ചാൻസ് അവിടെ ഉണ്ടോ? കോയിൻ ഇങ്ങനെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല. അതിനനുസരിച്ചുള്ളൊരു ബ്രെഡ്ത്ത് അവിടെ ഇല്ല അങ്ങനെ നിൽക്കാൻ. സോ ദർ ഇസ് ഓൺലി 2 ചാൻസ്, ഐദർ ഹെഡ് ഓർ ടെയിൽ. അപ്പോൾ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് വരാനുള്ള ചാൻസ് ഇറ്റ് വിൽ ബി ഹാഫ്.
tail വരാനുള്ള chance, that is also half. Clear? We can take another example. In a game like, ladder and നമ്മൾ സാധാരണ കളിക്കുന്ന ഒരു ഗെയിമാണ്. ഈ ഗെയിം എങ്ങനെ കളിക്കും? ഇപ്പോൾ ഈ ഗെയിം എങ്ങനെ കളിക്കുക? 2 ടീമായിട്ടിരിക്കും. On one side, one guy will roll a dice. Okay. Dice എന്ന് പറഞ്ഞതാ this one. ഈ ഡൈസിൽ എത്ര നമ്പർ ഉണ്ടാവും? There are 6 numbers. 1 നമ്പറില്ല, ഇത് ഡോട്ടായിട്ടുണ്ടാവും. ഒരു ഡോട്ട്, 2 ഡോട്ട്, 3 ഡോട്ട്, 4 ഡോട്ട്, ഈ രൂപത്തിൽ 6 ഡോട്ടുകളുണ്ടാവും. ഓക്കെ. നമ്മൾ ഒരു വട്ടം ഈ ഡൈസ് റോൾ ചെയ്യുമ്പം ഈ 6 ഡോട്ടുകളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം വരും. അപ്പോൾ ഇതിൽ 1 വരാനുള്ള ചാൻസ് എത്രയാണ്? ആകെ ടോട്ടൽ ഇറ്റ് ഈസ് 6. സോ ഒരു തവണ ഒരു ഡൈസ് 1 ടൈം റോൾ ചെയ്യുമ്പോൾ വരാനുള്ള ചാൻസ് 1 ആണ്. അപ്പോൾ സെക്കൻഡ് 2 വരാനുള്ള ചാൻസോ ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന്, ദാറ്റ് ഈസ് ഓൾസോ 1/6. The old numbers are like 1/6. Out of 6, 1. Okay. ഈ രൂപത്തിൽ തന്നെയാണ് എല്ലാ നമ്പറുകളും ആവാനുള്ള ചാൻസ്. Probability of getting each number will be 1/6. Total, if we are adding all this together, we will get 6/6, which is the extreme one. Now, see another example. In a pot, there are some bowls. Okay, there are some bowls with the color. Suppose there are 10 bowls with the black color. Suppose in a box or in a pot, there are 10 black balls. Without looking on it, if I am taking one ball outside, അപ്പോൾ എന്തായിരിക്കും അത്? There is only one color. അതിൽ നിന്ന് ഒരു ബോൾ പുറത്തേക്ക് അവിടെ നോക്കാതെ എടുത്താലും നോക്കിയെടുത്താലും ഓക്കെ, നോക്കാതെ എടുക്കുക സപ്പോസ്. അപ്പോൾ കയ്യിൽ കിട്ടുന്ന ബോൾ എന്തായിരിക്കും? ബ്ലാക്ക് കളറായിരിക്കും. അതിൻ്റെ ചാൻസ് എത്രയാണ്? ഫുൾ ചാൻസാണ്. അതിൽ ബ്ലാക്ക് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ. ഇതിൽ നിന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള ചാൻസ് ഫുള്ളാണ്, ഷുവറായിട്ട് കിട്ടുന്നത് എന്താ? ബ്ലാക്ക് കളർ. ഇനി അതിലില്ലാത്തൊരു കളർ റെഡ്. ഈ ബോക്സിൽ നിന്നും ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ അത് റെഡ് ആവാനുള്ള ചാൻസ് എത്രയാണ്? There is no chance. It is 0. Clear? ഇനി ഞാൻ അതിൽ ബോളുകൾ ചിലത് മാറ്റി. In a box contain 3 black balls and 4 white balls. It is black, it is white. Total there are 7 balls. Without looking on it, if you are taking one ball outside, what is the probability of getting black? എത്ര ബ്ലാക്ക് ഉണ്ട്? അപ്പോൾ ഈ ബ്ലാക്ക് ആണ് എടുക്കുന്നതെങ്കിൽ this is 1 black. ഇതാണ് ബ്ലാക്ക്. ഇനി ഇതാണ് കിട്ടുന്നതെങ്കിലോ, that is also one chance, 1/7. If it is the 1/7. And for white ball ഇതാണ് വരുന്നതെങ്കിൽ
ആകെയുള്ള ബോളുകളിൽ 1/7 ഫോർ ദിസ് വൺ. ഇതാണ് കിട്ടുന്നതെങ്കിൽ 1/7. ഇതാണ് എടുക്കുന്നതെങ്കിൽ 1/7. ദീസ് ആർ ദ ചാൻസസ്. അപ്പോൾ ബ്ലാക്ക് കിട്ടാനുള്ള ചാൻസ് 3 തവണ 3 times we will get black. That is, we can write it as 3/7. 4 times we are getting white, that we can write 4/7. So, without looking on it, if we are taking black ball outside, the chance for getting, the probability of getting white ball is 3/7 and the probability of getting black ball is 4/7. Thus, we can find the answers for these types of questions. Okay. Now, come to the next. Out of 10, there are 4 more bold but red color. ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടെ. ഇതേപോലെ ഓർഡറിലൊന്നുമല്ല, മുകളിൽ റെഡ് താഴെ അങ്ങനെയല്ല, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇളക്കിയിട്ട് ഈ ബോട്ടിൽ നിന്ന് ഞാൻ ഒരു ബോൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ അതിൽ നിന്നും ബ്ലാക്ക് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്, റെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ്. അതെങ്ങനെയാണ്? യെസ്, ടോട്ടൽ ദർ ആർ 10. ഒന്നല്ലേ നമ്മൾ എടുക്കുന്നു. ടോട്ടൽ ദർ ആർ 10 ബോൾസ്. ഔട്ട് ഓഫ് 10 ആദ്യം എടുക്കുന്നത് ഏതുമാവാം. ബട്ട് ഔട്ട് ഓഫ് ദിസ് 10, how many black and how many red balls are there, we have to check. ഒന്നെടുക്കുന്നത് റെഡ് ആവാം, അടുത്തതും റെഡ് ആവാം. ഇങ്ങനെ എത്ര എണ്ണം എടുക്കാം? There is only 4. So out of 10, 4 balls will be there to be black. Not 4. How many of them? 6 balls to be ബ്ലാക്ക്. കാരണം അതിലെന്താ 6 ബോൾസ് ഉള്ളത്. 6 എണ്ണം കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? ബ്ലാക്ക്. ഔട്ട് ഓഫ് 10, ഹൗ മെനി റെഡ് ബോൾസ് ആർ ദർ? 4 റെഡ് ബോൾസ് ആർ ദർ. സോ ദർ ഇസ് എ ചാൻസ് ഔട്ട് ഓഫ് 10, 4 ബോൾസ് വിൽ ബി റെഡ്. സോ വി ക്യാൻ സേ ദാറ്റ് if we are taking a ball from the pot without looking on it, the probability of getting black ball is 6/10. The probability of getting red ball is 4/10. Clear? We can check the another example. Same, in a box contain the numbers from 1 to 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. There are some numbers in a paper. We wrote it 1, 2, 3 up to 10. Without looking on the box, if we are taking one number outside, what is the probability of getting this, the multiple of 5? ഇതിൽ മൾട്ടിപ്പിൾ ഓഫ് 5 ഏതൊക്കെയാണ്? ഹൗ മെനി ഓഫ് ദം? 5, 10. There is only 2. So getting probability of getting multiple of 5 equal to total there is 10. Out of this it is 2. 2/10. If I am asking another question from this, what is the probability of getting even numbers from the box? So we have to count how many even numbers are there.
and divided by total number of numbers in the box. So, how many even numbers? 1, 2, 3, 4, 5. Therefore, we can write it as 5 by 10. Then how many odd numbers? Probability of getting odd number is also, so 1, 2, 3, 4, 5. 5 by 10. So getting odd number and even number is same, but it is 5 by 10, 5 by 10. Is it half chance? Same ആണെങ്കിൽ half chance അല്ലേ ഉണ്ട്. Actually 5 by 10 is equal to 1 by 2 if we are shorten the numerator and denominator. Here is also 1 by 2. That is also correct. Okay. We can do some problems with this part. Look at the first one. There are two boxes. On first box, there are 3 red balls and 7 green balls in a bag. I mean first bag. 8 red and 7 green balls in another. There are some questions. What is the probability of getting a red ball from the first bag? The second one. What is the probability of getting the red ball from the second bag? The third question. If all balls are put in a single bag, what is the probability of getting a red ball from all of it? Now, we can analyze this one. There are 3 red balls and 7 green balls in a bag. We have 2 bags. First one is that, second one is this one. Here 3 red balls and 7 green balls. Total there is 10. On the second bag, it is first one, it is second one, 8 red ball and 7 green. Total there are 15. The question is, what is the probability of getting the red ball from the first bag? Probability of getting red equal to, there are total 10. How many reds are there? 3 red. That's all. 3 by 10. From the second bag, how probability of getting red again equal to, total there are 15. Out of 15, 8 red balls are there. It is very simple. If you are putting all balls together, you will get the third one. അപ്പോൾ red ball എത്രയായി? 8 plus 3, 11 red ball. And 7 plus 7, 14 green ball. All together we will get how many? 25. Therefore, probability of getting red ball from this bag is 11 by 25. That's all. So we have to find the total number of balls or whatever inside, and out of that check how many red balls, if the question is like that. Okay, let's check the another one. Numbers from 1 to 25 are written on a paper slips individually and put in one box. One slip is taken from it without looking. What is the probability that it is an even number? As we discussed earlier, we have to check. In a box, there are 25. The total number is 25.
And we need to check how many even numbers are there. How many even numbers? We know that from 1 to 25, 1, 2, 3, 4, 5, 6, if we are counting like that, we will get 12 even numbers and 13 odd numbers. So the probability of getting even number is 12 and probability of getting, if it is asking odd number is 13 by 25. Clear? And we can check one more problem. A bag contains 3 red balls, 3 red beads and 7 green beads. Like this one, same. Another contains 1 red and 1 green more. Another contains 1 red and 1 green more, means 1 more red, so 4 red, 8 green. Now the question is, the probability of getting a red from which is more? ഏത് ബാഗിൽ നിന്നാണ് റെഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ളത്? അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഓരോന്നിനെയും കണ്ടുപിടിക്കുക, അതിലേതാ വലുതെന്ന് നോക്കിയാൽ പറയാം. സി, probability of getting red bead here is 3 by total 10. Probability of getting red from second bag is 4 by 12. ഇത് രണ്ടിലും ഏതാണ് വലുതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. How can we find that? എന്ത് ചെയ്യും? ഇതിലേതാ വലുതെന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് പ്രയാസമുണ്ട്. അതിനെന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ. ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഷോർട്ടൺ ചെയ്യാം ഫോർ കൺവീനിയൻസ്. ഇതിലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 by 3. So 3 by 10 and 1 by 3. We can cross multiply. What we will get? 3 into 3, 9 by 3 into 3, 9 by 30, and 10 into 1, 10 by 30. 30 and 80 denominator random multiply. When you cross multiply, doesn't matter whatever is in the denominator, just find which one is bigger. Okay, when you cross multiply, this is the actual one, so the second bag is more than the first one. We can continue this chapter on next class.